ഇറാൻ US അറ്റാക്കിൽ റഷ്യയുടെ ഇടപെടൽ. അത് മാത്രമല്ല ഇറാനെ മറ്റൊരു വെനൻസുലയാക്കി മാറ്റുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് രാത്രിയും ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇന്നലെ രാത്രിയും, അതായത് രണ്ടാം ദിവസവും ഇറാനും US തമ്മിൽ അറ്റാക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ പല ഭാഗത്തുമായിട്ട് വലിയ തരത്തിലുള്ള എക്സ്പ്ലോഷന്റെ സൗണ്ട്സ് കേട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ടെഹ്റാനിൽ 2 ഇടങ്ങളിൽ എക്സ്പ്ലോഷൻ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് ടെഹ്റാനിൽ നിന്ന്, നമുക്ക് കാണാം. കണ്ടില്ലേ, വലിയ തരത്തിലുള്ള ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ് ടെഹ്റാനിൽ നടന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അറ്റ്ലീസ്റ്റ് 3 പേർക്കെങ്കിലും ഇഞ്ചുറീസ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ടെഹ്റാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിനൊരു റിപ്ലൈ ആയിട്ട്, മറുപടി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഇടങ്ങളിലേക്ക് ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ്. അതിൽ കുവൈത്തി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുവൈത്തി ആർമി സീസ് ഡീൽസ് വിത്ത് 24 ഇറാനിയൻ ഡ്രോൺസ് ലാസ്റ്റ് 48 hours. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 24 ഇറാനിയൻ ഡ്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി, അതായത് does not clarify how many were intercepted. എത്ര എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊന്നും ക്ലാരിഫൈ ചെയ്തിട്ടില്ല കുവൈത്തി ആർമി. ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് മെറ്റീരിയൽ ഡാമേജസ് ഉണ്ട്, അതായത് ലിമിറ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ഡാമേജസ് ഉണ്ട്, പക്ഷെങ്കിൽ നോ ഹ്യൂമൻ കാഷ്വാലിറ്റി എന്നാണ് പറയുന്നത്. ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല. അതാണ് കുവൈത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇനി ബഹ്റൈനിൽ നിന്നും ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതായത് ബഹ്റൈൻ TV ഷോസ് ഡാമേജ് ടു ബിൽഡിംഗ് ആൻഡ് വെഹിക്കിൾസ് ഇൻ ഹമാദ് ടൗൺ. ഹമാദ് ടൗണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ്സിനും അതുപോലെ വെഹിക്കിൾസിനും ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ആ ഒരു ഫുട്ടേജ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് caused by debris from drone intercepted over ബഹ്റൈൻ. ബഹ്റൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിബ്രീസ്, അവശിഷ്ടങ്ങൾ വീണിട്ടാണ് ഈ ഒരു അപകടങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഏകദേശം 11 years old girl suffered minor injuries. അതായത് ഇറാനിയൻ അറ്റാക്ക് മൂലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 11 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ തരത്തിലുള്ള ഒരു മൈനർ സഫറിങ്, അതായത് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ബഹ്റൈനിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. എന്നാൽ ജോർദാനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ US പറഞ്ഞിട്ടുള്ളത് നോ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ഓഫ് ഡാമേജ് ടു US ഫെസിലിറ്റീസ് ഫ്രം ഇറാനിയൻ മിസൈൽസ്. ഇറാനിയൻ മിസൈൽസ് മൂലം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു, അതായത് US ഫെസിലിറ്റീസിന് എന്ത് ചെയ്തിട്ടില്ല, വലിയ തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് റിപ്പോർട്ട്, അതായത് ഡാമേജസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് US എന്ത് ചെയ്തിട്ടുള്ളത്, ABC ന്യൂസിനെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ അറ്റാക്കിന് ശേഷം നടന്നിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഇറാൻ അനൗൺസ്ഡ് ദ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ഈസ് നൗ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അണ്ടിൽ ഫർദർ നോട്ടീസ്. ഒരു ഫർദർ നോട്ടീസ് വരുന്നത് വരെ എന്താണ്, സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് കംപ്ലീറ്റ്ലി മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ദ ലേറ്റസ്റ്റ് US സ്ട്രൈക്ക് ഓൺ ദ കൺട്രി, അതായത് ഇറാനിന് നേരെ ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള US സ്ട്രൈക്ക് സീസ് ദ അറ്റാക്ക് റെൻഡർ ദ നിയർലി 2 month സീസ് ഫയർ പാർഷ്യലി മീനിങ്ലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 മാസത്തെ നീണ്ടു നിന്നിട്ടുള്ള ഒരു സീസ് ഫയർ, വെടിനിർത്തൽ, ഈ ഒരു അറ്റാക്കിംഗ് മൂലം എന്താണ്, അതിനൊരു അർത്ഥമില്ലാതെ ആയിട്ടുണ്ട് എന്നാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത്. അത് മാത്രമല്ല ദ ഇല്ലീഗൽ ആൻഡ് ക്രിമിനൽ അറ്റാക്ക് പെർപെക്ച്വേറ്റഡ് ബൈ US in the recent hours not only constitute a flagrant violation, ഒരു ഫ്രാഗ്ലന്റ് വയലേഷൻ മാത്രമല്ല ഈ ഒരു അറ്റാക്ക്, അതായത് ഇല്ലീഗൽ ആൻഡ് ക്രിമിനൽ അറ്റാക്ക് എന്ന് പറയുന്നത്, ബട്ട് ഓൾസോ റെൻഡർ സീസ് ഫയർ പാർഷ്യലി മീനിങ്ലെസ്. അതുപോലെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഒരു ഇപ്പം നെഗോസിയേഷൻ നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിലാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റഷ്യ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്,
റഷ്യ കോൾസ് ഓൺ US Iran ടു റിട്ടേൺ ടു നെഗോസിയേറ്റിംഗ് ടേബിൾ. അതായത് നെഗോഷിയേഷൻ ടേബിളിലേക്ക് എന്ത് ചെയ്യണം, തിരിച്ച് US ഇറാനും വരണമെന്ന് റഷ്യ പറഞ്ഞുള്ളത്. ഇത് കാരണമായിട്ട് എന്ത് ചെയ്യാം, അതായത് ഇപ്പോഴത്തെ ദ ന്യൂ അറ്റാക്ക്, ഈ അറ്റാക്ക് മൂലം ന്യൂ സ്ട്രൈക്ക് ഈസ് ഇൻ ദെയർ വാർ കുഡ് ബി ബാഡ് ഫോർ ദ വേൾഡ് എക്കണോമി. വേൾഡിൽ അതായത് ലോകത്തെ എക്കണോമിക്ക് ഇതെന്താണ്, മോശമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പീസ് ടോക്കിലേക്ക് തിരിച്ചു വരണമെന്നാണ് റഷ്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് സേസ് കുഡ് റാദർ നോട്ട് ഹിറ്റ് ഇറാനിയൻ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇറാനിയൻ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യില്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല. അത് ഒരു മറുപടി ആയിരുന്നു. അതായത് ഒരാൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ US പ്രസിഡന്റ് ആദ്യം പറഞ്ഞതുപോലെ, അതായത് ആദ്യം ത്രെറ്റ് ചെയ്തതുപോലെ, ഭീഷണിപ്പെടുത്തിയതുപോലെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ പ്ലാന്റ്സിനും ബ്രിഡ്ജിനും നേരെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ അടിച്ചു കഴിഞ്ഞാൽ അത് സിവിലിയൻസിന്, അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഒരു അടി നിർത്തുന്നില്ല, അതായത് ഇനിയും അടിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രിയും അടിക്കും. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഫ്രഷ് സ്ട്രൈക്ക് ഓൺ ഇറാൻ തേഴ്സ്ഡേ, അതായത് തേഴ്സ്ഡേ ഇന്ന് വ്യാഴാഴ്ചയും ഞങ്ങൾ അടിക്കും. ആൻഡ് US ഫോഴ്സ് സൂൺ സീസ് ദ കൺട്രീസ് കീ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് കീ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യും, US ഫോഴ്സ് എന്ത് ചെയ്യും, സീസ് ചെയ്തെടുക്കും എന്നാണ് പറഞ്ഞത്. അതായത് പിടിച്ചെടുക്കും. The US military will hit Iran very hard tonight. ഇന്ന് രാത്രി എന്ത് ചെയ്യും, വെരി ഹാർഡ്, ഭയങ്കര ഹാർഡായിട്ട് തന്നെ എന്ത് ചെയ്യും, ഇന്ന് US മിലിറ്ററി ഇറാനെ അടിക്കുമെന്നാണ് പറഞ്ഞത്. അറ്റ് സം പോയിന്റ് ഇൻ ദി നോട്ട് ടു ഡിസ്റ്റന്റ് ഫ്യൂച്ചർ വി വിൽ ബി ടേക്കിംഗ് കാർഗ് ഐലൻഡ് ആൻഡ് അതർ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ പോയിന്റ്സ്. അതായത് ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ പോയിന്റ്സും അതുപോലെ കാർഗ് ഐലൻഡ് ഒക്കെ എന്ത് ചെയ്യും, ഞങ്ങൾ ഇങ്ങ് എടുക്കും. ആൻഡ് അസ്യൂം ടോട്ടൽ കൺട്രോൾ ഓഫ് ദിയർ ഓയിൽ ആൻഡ് ഗ്യാസ് മാർക്കറ്റ്. അതായത് ഗ്യാസ് മാർക്കറ്റിന്റെയും ഓയിൽ മാർക്കറ്റിന്റെയും മുഴുവൻ കൺട്രോൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഏറ്റെടുക്കും. ആൻഡ് മച്ച് ലൈക്ക് വി ഹാവ് വിത്ത് വെനൻസില. ഞങ്ങൾ വെനൻസിലയോട് എന്താണ് ചെയ്തത്, അതുപോലെ എന്ത് ചെയ്യും, ഇവിടുത്തെ ഓയിൽ ഗ്യാസ് മാർക്കറ്റ്സ് ഒക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതായത് ഇന്ന് രാത്രിയും US ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. റഷ്യ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആക്രമിക്കരുത്, നെഗോസിയേഷനിലേക്ക് വരാൻ. പക്ഷേ അതിനുശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പറഞ്ഞത്. അതായത് ഇറാനെ മറ്റൊരു വെനൻസിലാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന് രാത്രിയും ഒരു അറ്റാക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ നിന്നും വ്യക്തമാവുന്നത്, അതായത് ഡൊണാൾഡ് ട്രംപ് ഇവിടെ പറഞ്ഞുള്ളത് ഇന്നും ഹാർഡായിട്ട് തിരിച്ചടിക്കുമെന്നാണ്. ഇതേ കാര്യമാണ് ഇന്നലെയും പറഞ്ഞുള്ളത്. അതായത് ഇന്നലെ ഇറാൻ US-ന്റെ ബേസിസിൽ അടിച്ചതും ഇന്ന് അടിച്ചതും നല്ല രീതിയിൽ US-ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇൻഫോർമേഷൻസ് ഒന്നും കൃത്യമായി പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇറാൻ പറഞ്ഞുള്ളത് അവരുടെ ബേസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം US ഇതൊന്നും കൺഫേം ചെയ്തിട്ടില്ല. US പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസം എന്താണ് പറഞ്ഞത്, ഹാർഡായി ഇന്ന് അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അടിച്ചു. ഇന്നും ഇപ്പോൾ പറഞ്ഞുള്ളത് ഇന്ന് രാത്രി ഇറാനെ ഹാർഡറായിട്ട് അറ്റാക്ക് ചെയ്യുമെന്നാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് US-ന് നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട് US ഹൗസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 300 ബില്യൺ ഡോളർ എന്ത് ചെയ്യണം, ഈ വാറിന് വേണ്ടിയിട്ട് പാസ്സാക്കി തരണം എന്നുള്ള റിക്വസ്റ്റും കൂടി ഇപ്പോൾ US ഹൗസിനോട് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.